റഷ്യൻ സൈന്യത്തിൽ ചേരാൻ പോയ മലയാളികൾക്ക് വിസ സംഘടിപ്പിച്ചു നൽകിയ ഏജൻസിയെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു. യുക്രൈൻ ആക്രമണത്തിൽ റഷ്യൻ സൈന്യത്തിൽ ചേർന്ന തൃശൂർ സ്വദേശി സന്ദീപ് ചന്ദ്രൻ കൊല്ലപ്പെട്ട സംഭവത്തെ തുടർന്നാണ് നടപടി. ചാലക്കുടി ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട്. മനോജ്, ഇത് ചാലക്കുടിയിലെ ഏജൻസിയാണോ ഇവരെയൊക്കെ റിക്രൂട്ട് ചെയ്തത്? കൂടുതൽ മലയാളികളെ ഇത്തരത്തിൽ റിക്രൂട്ട് ചെയ്തിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം എങ്ങനെ നടക്കുന്നു? വിവരങ്ങൾ എന്താണ്? ലക്ഷ്മി, തൃശൂർ മുകുന്ദപുരം നായരങ്ങാടി കാഞ്ഞിൽ വീട്ടിൽ സന്ദീപ് ചന്ദ്രനാണ് ഇത്തരത്തിൽ മരിച്ച വിവരം, അതായത് ഈ കൊല്ലപ്പെട്ട വിവരം വീട്ടുകാർക്ക് ലഭിച്ചത്. തുടർന്ന് ഈ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് വേണ്ട സഹായം എംബസിയോട് തേടിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഈ റഷ്യൻ സൈന്യത്തിൽ ചേരാൻ പോയ മലയാളികൾക്ക് വിസ സംഘടിപ്പിച്ച് നൽകിയ ഏജൻസികളെ കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. ചാലക്കുടി ഡിവൈഎസ്പിക്കാണ് ഈ അന്വേഷണ ചുമതല നൽകിയിട്ടുള്ളത്. അനുമതിയില്ലാതെയാണോ സ്ഥാപനം പ്രവർത്തിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. ഈ റഷ്യൻ സൈന്യത്തിൽ ചേരാൻ വഴിയൊരുക്കിയതിൽ കൊണ്ടുപോയവർക്ക് പങ്കുണ്ടോ എന്നും പരിശോധിക്കും. കാരണം എന്ത് ജോലിക്കാണ് ഏജൻസി ഇവരെ റിക്രൂട്ട് ചെയ്തതെന്നും ഏത് വിസയാണ് നൽകിയതെന്നും പരിശോധിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് രേഖകൾ ഹാജരാക്കാൻ വേണ്ടി ഏജൻസിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സതീഷ് ഉൾപ്പെടുന്ന ഈ റഷ്യൻ സൈന്യം സന്ദീപ് ഉൾപ്പെടുന്ന റഷ്യൻ സൈന്യം പെട്രോളിംഗ് നടത്തുന്നതിനിടെ യുക്രൈൻ നടത്തിയിട്ടുള്ള ഒരു ഷെല്ലാക്രമണത്തിലാണ് ഇത്തരത്തിലൊരു മരണം സംഭവിച്ചത്. ഇത്തരത്തിൽ മലയാളികൾ ജോലിക്കായി റഷ്യയിലേക്ക് പോവുകയും അവിടെ നിന്നും സൈന്യത്തിലേക്ക് ചേരുന്നതിലും ഈ ഏജൻസികൾക്ക് ഏത് തരത്തിലുള്ള പങ്കാണുള്ളത് എന്നതിനെ കുറിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ മലയാളികൾ ഇതുപോലെ സൈന്യത്തിൽ ചേർന്നിട്ടുണ്ടോ എന്നതിനെ കുറിച്ചിട്ടുള്ള അന്വേഷണമാണ്. ഈ ഒരു മരണവിവരം വീട്ടുകാർ അറിയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ്. അത് സ്ഥിരീകരിച്ചിട്ടില്ലായിരുന്നു. പിന്നീട് സ്ഥിരീകരണം കൂടെ വന്നതോടുകൂടിയാണ് ഈ മൃതദേഹം നാട്ടിലെത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം തുടരുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള അന്വേഷണവും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലക്ഷ്മി.